നാളെ പുഞ്ചപ്പുഴ മുസ്ലിം പള്ളിയിൽ ഒരു വിശേഷമുണ്ട്. പള്ളിയോട് ചേർന്ന് കിടക്കുന്ന 1.25 ഏക്കർ വെറും പറമ്പ് അളന്ന് തിരിച്ചു മതിൽ കെട്ടുക. മുസ്ലിങ്ങളുടെ കബറടക്കത്തിന് ഇനി ആ പറമ്പ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. തോന്നലല്ല, ആണ്. പക്ഷെ നാളെ അവിടെ അളന്നു തിരിപ്പും മതിൽ കെട്ടും ഒന്നും നടക്കാൻ പാടില്ല. ചുറ്റോട് ചുറ്റും താമസിക്കുന്ന 10-60 ഹിന്ദു കുടുംബങ്ങളുണ്ട്. നായരും ഈഴവനും കണ്ട കടച്ചാണി എല്ലാം അതിൽപ്പെടും. അവർ നാളെ സംഘടിച്ച് ഈ പണി തടസ്സപ്പെടുത്തണം. എന്തായാലും ലഹളയ്ക്ക് കുറെ രക്തസാക്ഷികൾ ഉണ്ടാവും. അതിലൊരാൾ മുൻ DGP തന്നെ ആയിക്കോട്ടെ. പദ്ധതി കൊള്ളാം, പക്ഷെ ഇതൊരു വർഗീയ കലാപമായി സ്റ്റേറ്റ് മുഴുവൻ പടർന്നു പിടിക്കാൻ ഇടയുണ്ട്. അതിന് തനിക്കെന്താ? പടർന്നു പിടിക്കട്ടോ. ഇവിടെ ഹിന്ദുവും മുസ്ലിവും തമ്മിൽ തലതല്ലി കീറുന്നത് ഇതാദ്യമൊന്നുമല്ലല്ലോ. വർഷത്തിൽ 1-2 വർഗീയ ലഹള, 5-6 ബോംബ് സ്ഫോടനം, തീവണ്ടി അട്ടിമറി, പോലീസ് വെടിവെപ്പ്, ഇങ്ങനെയൊക്കെയാണോ ഇവിടുത്തെ ജനപ്പെരുപ്പം പിടിച്ചു നിർത്തുന്നത്? ആ, രാജപ്പനും ഉസ്മാനും ചെല്ല്. ഇനി സമയം കളയണ്ട. ഇവിടെ ഒരു ഷൗക്കോട്ട പണിയാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. പണിയാൻ തീരുമാനിച്ചതാണെങ്കിൽ ഞങ്ങൾ ഇവിടെ പണിതിരിക്കും. ഇനി ഈ പരിസരത്തുള്ള ഒറ്റ കിണറ്റിൽ നിന്നെങ്കിലും നല്ല വെള്ളം കുടിക്കാൻ പറ്റുമോ? എലിയും പട്ടിയും ചത്തു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി വെള്ളം കുടിക്കാം. ചുമ്മാ പ്രസംഗിക്കാതെ രാമനായരെ. ഏതവൻ തടഞ്ഞാലും ഞങ്ങൾ മതിൽ കിട്ടും. ഇവിടെ ഞങ്ങൾ കബറും പണിയും. എന്നാൽ അവർ ആദ്യം അടക്കുന്നത് നിന്റെ വാപ്പയായിരിക്കും. എന്നാലും ഒന്ന് കാണണമല്ലോ. തെരുവ് പട്ടികളെ പോലെ ഇങ്ങനെ കടികൂടാൻ നാണമാവുന്നില്ലേ നിങ്ങൾക്ക്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അതാണ് ഹിന്ദുവിന്റെ അടിസ്ഥാന സന്ദേശം. അർത്ഥം അറിയോ നിങ്ങൾക്ക്? സമസ്ത ലോകങ്ങളും സുഖമായി ഭവിക്കട്ടെ എന്ന് ഉരുവിട്ടുകൊണ്ട് അന്യമനസ്സിന്റെ കഴുത്തിൽ കഠാര വയ്ക്കുന്നവൻ ഹിന്ദുവല്ല, കിരാതനാണ്. എന്തിനു വേണ്ടിയാണ് ഈ പോരാട്ടം? അനേകം പടയോട്ടങ്ങളും പകപോക്കലും നടന്ന മണ്ണാണിത്. ഈ മണ്ണിലും കാണും നമ്മുടെയൊക്കെ പൂർവികന്മാരുടെ ശവക്കലർപ്പ്. യുദ്ധം ചെയ്യേണ്ടത് ശ്രേഷ്ഠന്മാരോടല്ല, നീചന്മാരോടാണ്. ഈ മുറിപ്പാടിന് നിങ്ങളെല്ലാം ഉത്തരവാദികളാണ്. അതുകൊണ്ട് ചെന്ന് മാപ്പ് പറ. പറയാൻ വേണ്ട സ്വാമി, തെറ്റൊരു പക്ഷത്ത് മാത്രമല്ലല്ലോ. സാഹോദര്യത്തിന്റെ മതമാണ് ഇസ്ലാം എന്ന സത്യം എന്റെ സഹോദരങ്ങളും മറന്നു. അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. ഹിന്ദു സഹോദരന്മാർക്കും കൂടി സമ്മതമായ സ്ഥലത്ത് മാത്രമേ നമ്മൾ ഈ കബറ് പണിയൂ. ഉറപ്പ്. ഭാസ്കരൻ ആസൂത്രണം ചെയ്തതൊന്നും ലക്ഷ്യം കാണാതെ പോയിട്ടില്ല. ഇന്ന് വിചാരിച്ചത് ഇന്ന് തന്നെ നടക്കണം. നാളെ വെളുപ്പിനുള്ള സുബഹി വാങ്ക് അബ്ദുൾ റഹ്മാന്റെ മയ്യത്ത് നിസ്കാരത്തിനുള്ളതായിരിക്കും. ഈ ഉസ്മാന പറയുന്നത്. നല്ല ആളാ. മെനിങ്ങാന്ന് വരാമെന്ന് പറഞ്ഞു പോയിട്ട്. അതൊക്കെ പിന്നെ പറയാം. എന്റെ ക്ലാരേ, ഈ കോളനിയിലെ മനുഷ്യരെക്കാൾ ഏറെ പട്ടികളാണോടി. എന്തൊരു കൊര. കെണി വെച്ച് പിടിക്കാന്നുള്ളതാണല്ലോ സാറിന്റെ ഒരു രീതി.
സാറിനെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് കരുതി. എന്താ പേടിച്ചു പോയോ? മിണ്ടരുത്, മിണ്ട കൊന്നുകളെ ഞാൻ. പാവപ്പെട്ടവനെ പോലീസ് സ്റ്റേഷനിൽ കെട്ടിയ ഇങ്ങനെയൊക്കെ പെരുമാറണം നീ. RDX ആർക്കു വേണ്ടി കടത്തി? പറടാ 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 പുല്ലേ. പറയാം, ഞാനെല്ലാം പറയാം. എവിടെയാണ് സോണിയ? എവിടെയാ അവൾ? എവിടെ സോണിയ! എവിടെയാണ്? എവിടെയാ അവൾ? എവിടെയാണ്? ഈ സോണിയ! 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 എവിടെയാ ചോദിച്ചു? തുറക്കണേ വാതില്. പറയടി, സോണി എവിടെയുണ്ട്? പറയ്. പറയ്. സോണിയ! എവിടെയാണ് സോണിയ? എവിടെയാണ്? അവളോട് പറഞ്ഞേരെ, അവൻ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ പൊക്കിയിരിക്കും. വാ. ഒന്ന് പറയുന്നേക്ക്. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. ഒരു പ്രദേശമാകെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ. ഉടൻ തന്നെ ഒരു ബറ്റാലിനെ കൂടി ക്യാമ്പിൽ സെറ്റ് ഔട്ട് ചെയ്തേ പറ്റൂ. നാട് കത്തി എരിയുകയാണ്. എരിയട്ടെ, എല്ലാം എരിഞ്ഞ് വെണ്ണീറാവട്ടെ. അത്ര എളുപ്പമൊന്നും ഈ തീ കെട്ടടങ്ങരുത്. ഈ തീ ഭാസ്കരൻ കൊളുത്തിവിട്ടതാണ്. ഇതണയ്ക്കാൻ ഭാസ്കരന് മാത്രമേ കഴിയാവൂ. ഈ തീയിൽ അവനും വെന്ത് വെണ്ണീറാവണം. കലാപം കത്തിപ്പടരുന്ന തെരുവീതിയിലൂടെ നാളെ ഒരു സമാധാന റാലി പുറപ്പെടും. ആ റാലി നയിക്കുന്നത് ഭാസ്കരനായിരിക്കും. ഭാസ്കരന്റെ സമാധാന സന്ദേശം കേട്ട് നാട് ഉണരണം, കലാപമടങ്ങണം. ആഭ്യന്തരമന്ത്രിയുടെ കാൽ കീഴിൽ ആയുധം കൊണ്ടുവച്ച് അക്രമം അവസാനിപ്പിക്കണം. അങ്ങനെ പോലീസും ഗവൺമെന്റും തോറ്റെടുത്ത് ഭാസ്കരൻ ജയിക്കണം. ഭാസ്കരൻ മാത്രം ജയിക്കണം. റിയൽ മാൻ ഓഫ് ദ മാച്ച്. നീയൊക്കെ ഹിന്ദുക്കളെ ജീവിക്കാൻ സമ്മതിക്കില്ല.